അല്ല, വളരെ ഗൗരവത്തോടു കൂടി ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞൊരു കാര്യമല്ലേ. അടിസ്ഥാനരഹിതമായി ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാൽ എൻ്റെ വിശ്വാസ്യതയ്ക്കല്ലേ ഭംഗം ഏൽപ്പിക്കുന്നത്. 100% അത് ഉറപ്പിച്ച് സ്ഥലവും വാഹനവും പോയ ആളും ഇടനിലക്കാരായി നിന്ന ആളുകളും എല്ലാം കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്നോട് ആളുകൾ തെളിവ് ചോദിച്ചു. അതിനേക്കാളും വലിയ തെളിവെന്താ? ഇപ്പോൾ ആ സ്ഥലവും കറക്റ്റാണ്, ഹോട്ടൽ കറക്റ്റാണ്, സമ്മേളനം നടന്ന സ്ഥലം കറക്റ്റാണെന്ന് പറഞ്ഞു. ആദ്യം ചില RSSന്റെ ആളുകൾ പറഞ്ഞു ഈ ഹൊസബലെ 3 കൊല്ലത്തേക്ക് തൃശ്ശൂർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പല മാധ്യമങ്ങളോടും പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുക, ഹൊസബലെ 3 കൊല്ലം വന്നിട്ടില്ല എന്ന്. ഇപ്പം അതൊക്കെ പോയല്ലോ. ഹൊസബലെ വന്നിരുന്നു, 20 ദിവസത്തെ ക്യാമ്പ് RSSന്റെ നടന്നിരുന്നു, 3 ദിവസം അദ്ദേഹം തൃശ്ശൂരിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ കണ്ടു. മുഖ്യമന്ത്രിയുടെ ദൂതനായി ഇപ്പോൾ CPM പറയുന്നത് എന്താ? CPM-ആയിട്ട് അജിത് കുമാർ യാതൊരു ബന്ധമില്ല. ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. CPM-ആയിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അജിത് കുമാർ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു ദൂതുമായി വിട്ടതാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം കാര്യങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളുടെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്രത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിനു മുമ്പ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീ ലോകനാഥ് ബെഹ്റ DGP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡൽഹിയിലുള്ള ചില ബന്ധങ്ങൾ, കേന്ദ്ര സർക്കാരിലുള്ള ചില ബന്ധങ്ങൾ, അത് ശ്രീ പിണറായി വിജയൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതാർക്കാണ് അറിയാത്തത്? മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം മസ്കറ്റ് ഹോട്ടലിൽ കേരളത്തിലെ RSS നേതാക്കളുമായി ശ്രീ M എന്ന് പറയുന്ന ആത്മീയ നേതാവിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വിരൽ ചൂണ്ടിയാണ് ചോദിച്ചത്, നിങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെന്ന്. നേരെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ് ചോദിച്ചത്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ RSS നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ, അതിന്റെ പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന ശ്രീ ബാലശങ്കർ, മലയാളിയായ ബാലശങ്കർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ഉം BJP-യും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ. RSSന്റെ ഉന്നതനാണ് ബാലശങ്കർ, വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ 2 കൊല്ലം മുമ്പ് BJP-യും CPM-ഉമായിട്ടുള്ള ഒരു അവിഹിതമായ ഒരു ബാന്ധവമുണ്ട്. അത് ഈ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, പല മുഖ്യമന്ത്രിമാരെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരായി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കേസുകൾ ഉണ്ടെങ്കിലും കേന്ദ്ര ഏജൻസികൾ പ്രത്യേകമായ ഒരു പ്രിവിലേജാണ് പിണറായി വിജയന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാണ്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പ്രസംഗിച്ചത്. അതിനു പകരം ഒരു LDF MLA കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നും കൊടുത്താൽ അപ്പോൾ മറുപടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ. രാഹുൽ ഗാന്ധി പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഒരു പ്രത്യേക പ്രിവിലേജ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാന്ധവം, ഈ ഒരു ബന്ധമാണ് പിന്നെ പൂരം കലക്കലിലേക്ക് പോയത്. BJP-യെ തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. എന്തായിരുന്നു അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം എന്തായിരുന്നു? അതൊരു ഉദ്യോഗസ്ഥൻ അല്ലേ അഴിഞ്ഞാടിയതാണ്, അയാൾ അലങ്കോലപ്പെടുത്തിയതാണ്, അയാൾ അവിടെ നിന്നും മാറ്റി. അയാൾ ഈ അലങ്കോലം മുഴുവൻ ഉണ്ടാക്കുമ്പോൾ ആ തൃശ്ശൂരിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇടപെടൂലേ? സാധാരണ തൃശ്ശൂർ പൂരത്തിന് ADGP ലോ ആൻഡ് ഓർഡറും IG-യും കമ്മീഷണറും എല്ലാം നിൽക്കും. അല്ല, ഏറ്റവും അവിടെ നിൽക്കുന്ന ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങളാണ് കമ്മീഷണർ അടക്കമുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നത്. ഇത് സംബന്ധിച്ച് പൂരത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്ലാനും മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ പൂരത്തിന് മുമ്പ്. അതിൽ ADGP ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ADGP സ്ഥലത്തുണ്ടായിരുന്ന അന്നാണ് തൃശ്ശൂരിൽ ഈ മുഴുവൻ സമയവും അദ്ദേഹം ഉള്ള സമയത്താണ് ഒരു കമ്മീഷണർ എങ്ങനെ അലങ്കോലപ്പെടുത്തുന്നത്. അപ്പൊ കമ്മീഷണർക്ക് മീതെയുള്ള ഉദ്യോഗസ്ഥൻ അത് ചോദ്യം ചെയ്യില്ലേ? ഇതൊക്കെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. പൂരം കലക്കിയതാണ്, പോലീസിനെ കൊണ്ട് പൂരം കലക്കിച്ചാണ് CPM BJP-യെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഒരു സംശയമില്ല. ഇപ്പൊ VS സുനിൽകുമാർ തന്നെ പറഞ്ഞല്ലോ, പൂരം കലക്കിയതിന്റെ ഇരയാണ് VS സുനിൽകുമാർ. അതിന്റെ അർത്ഥം എന്താ? പൂരം കലക്കിയത് കൊണ്ടാണ് അദ്ദേഹം തോറ്റത്, പൂരം കലക്കിയത് കൊണ്ടാണ് അവിടെ BJP ജയിച്ചത്. അവിടെ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, BJP ചെയ്ത ചെയ്തെന്താ?
BJP ജയിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുവിനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അമ്പലത്തെക്കുറിച്ചും വാദോരാതെ നമുക്ക് ക്ലാസ് എടുക്കുന്ന BJPക്കാർ ജയിക്കാൻ വേണ്ടി പൂരം എന്ന് പറഞ്ഞ ഉത്സവമല്ല, കുറേ അമ്പലങ്ങളിലെ ഉത്സവമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ. ആ ഉത്സവം കലക്കിയല്ലോ BJP. അപ്പൊ ഇവരെന്തൊരു ഈ ഭൂരിപക്ഷത്തെ ഇവർ കബളിപ്പിക്കുകയല്ലേ, ഹിന്ദുക്കളെ കബളിപ്പിക്കുകയല്ലേ. CPM ന്യൂനപക്ഷ പ്രേമം നടിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആളാണെന്ന് വരുത്തി തീർത്ത് നേരെ BJPയുമായി ബന്ധമുണ്ടാക്കി പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. രണ്ടുപേരും ജനങ്ങളുടെ മുന്നിൽ അനാവൃതരാവുകയാണ്. അവരുടെ മുഖം മൂടി മാറി യഥാർത്ഥ മുഖം കാണുകയാണ്. ഈ ഒരു ബന്ധം അപകടകരമായ ഒരു ബന്ധം. ഞങ്ങളെപ്പോഴും ഇവരെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയ, ഇവർ തീവ്ര വലതുപക്ഷ സമീപനമാണ്. അതാണ് ഇപ്പം ഇതിന് ന്യായീകരിക്കാൻ ഒന്നുമില്ല. ഇപ്പോൾ ആദ്യം എന്തൊക്കെ പറഞ്ഞത് ഉണ്ടയില്ല വെടിയാണ്, അതാരിത. ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നിന്നുള്ളൂ. സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ അവിഹിതമായ ബാന്ധവമാണ് ഇത്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പുറകിൽ നടന്നിരുന്ന നാട്. താങ്കൾക്ക് വേണ്ടിയിട്ടാണ് ADGP കണ്ടത്. അതുപോലെ തന്നെ പുനർജനി കേസിൽ ED അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ എന്ന് ഞാൻ അതിനൊക്കെ മറുപടി പറയണം. ഒന്നാമത്തെ കാര്യം, പുനർജനി കേസിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിലെ പരാതിക്കാരനെ 3 പ്രാവശ്യം വിളിപ്പിച്ചില്ലേ? ആ പരാതിക്കാരനെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ? EDയുടെ ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് ബൈറ്റ് തന്നിട്ടുണ്ടല്ലോ. അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി അൻവർ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു. 150 കോടി രൂപ ഞാൻ മറ്റേ മീൻ വണ്ടിയിൽ കൊന്നു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ED അന്വേഷിച്ചോട്ടെ. അൻവർ ഒരു പരാതി EDക്ക് കൂടി കൊടുത്തു. അതും ED അന്വേഷിച്ചോട്ടെ. ഇത് മാത്രമല്ല, ഇത് അന്വേഷിക്കുന്നുണ്ട് ED. അതുകൂടി അന്വേഷിച്ചോട്ടെ. 150 കോടിയുടെ ആരോപണം കൂടി ED അന്വേഷിച്ചോട്ടെ. പിന്നെ ADGP അതെന്താ ഇത് അദ്ദേഹം പിണറായി വിജയനെ വീണ്ടും അപമാനിക്കുകയാണ്. പിണറായി വിജയന്റെ കോക്കസിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപജാപക സംഘത്തിൽപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളെ എനിക്ക് വേണ്ടിയിട്ട് വിട്ടെങ്കിൽ അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ല, കസേരയിലിരിക്കാന്നാണ് അൻവർ പറഞ്ഞതിന്റെ അർത്ഥം. അജിത് കുമാറായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ വിവരം അങ്ങ് അറിയുന്നതിന് മുമ്പ് തന്നെ അൻവർ അറിഞ്ഞിരുന്നു. വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിനൊക്കെ മറുപടി പറയണില്ല. നിങ്ങൾക്ക് തന്നെ ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നി? അത് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് ഈ P ശശിയും അതുപോലെ അജിത് കുമാർ. അവര് രണ്ടുപേരും അവിടെ നിലനിന്നുകൊണ്ട് അവരെ നിലനിർത്തിക്കൊണ്ട് ഈ അന്വേഷണം നടക്കുന്നതിന് ആദ്യം എതിർത്താരാ? ഈ അന്വേഷണം പ്രഹസനമായി. എന്തു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതാരാ ആദ്യം? ഈ അജിത് കുമാറിനെയും P ശശി അവിടെ നിലനിർത്തിക്കൊണ്ട് പാർട്ടി ഇപ്പൊ ഭയങ്കര സംഭവം ഉണ്ടാക്കുന്നു ഒരു പോക്ക് പോയി. ഇപ്പൊ പാർട്ടി എന്താ പറയുന്നത്? ശശിക്കെതിരായിട്ട് ഒരു ആക്ഷേപമില്ല അല്ലേ? അൻവർ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ലായിരുന്നു. പിന്നെ മറ്റൊരു അന്വേഷിക്കുന്നുണ്ട് DGP എന്നല്ലേ ഇപ്പൊ പാർട്ടി പറയണം. ഒരാൾക്കും ഇതിൻ്റെ അകത്ത് ഒരു റോളുമില്ല. ഒരു പാർട്ടിക്കും ഒരു റോളുമില്ല. പിണറായി വിജയന്റെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം ഉണ്ട്. അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതും ഭരണത്തെ നിയന്ത്രിക്കുന്നതും അവരാണ്. ആ ഉപജാപക സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു ഉന്നതൻ കൂടിയുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം, മന്ത്രിസഭയിലെ ഒരു ഉന്നതൻ കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട്. അതെല്ലാം കൂടി കൊണ്ടാണ് CPM ഈ കൊട്ടാര വിപ്ലവം നടക്കുന്നത്. മനസ്സിലായല്ലോ? അതെല്ലാം കൊണ്ട് അതാരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു. ഞാൻ പണ്ട് നിങ്ങൾ എന്നോട് പേര് ചോദിച്ചപ്പോഴും ഉപജാപക സംഘത്തിലെ പേര് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പേര് സമയത്ത് പുറത്തു വരുമെന്ന. ഇപ്പൊ രണ്ടുപേരുടെ പേര് പുറത്തു വന്നല്ലോ. ഇപ്പൊ മൂന്നാമത് ഒരാൾ കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട്, മന്ത്രിസഭയിലെ ഒരാൾ. ADGP പറയുന്നത് വ്യക്തിപരമായ സന്ദർശനമാണ്. അദ്ദേഹം ഒരു സുഹൃത്ത് ക്ഷണിച്ചത് പ്രകാരം പോയതാണ്, സുഹൃത്തൊപ്പം പഠിച്ചതാണെന്നൊക്കെയാണ് ADGP പറയുന്നത്. RSSന്റെ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്വകാര്യ സന്ദർശനത്തിന് പോയത് ആരെടുത്ത? RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ അടുത്ത് സ്വകാര്യ സന്ദർശനം. എന്താ വല്ല ഞാൻ പറയുന്നില്ല. അവർ തമ്മിൽ ചർച്ച ചെയ്യാൻ എന്ത് ചർച്ച ചെയ്യാനാണ്? സുഹൃത്തുക്കൾ വഴി ചർച്ച ചെയ്യാൻ വേണ്ടി. ഇനി ഇതാണെങ്കിൽ ഇപ്പോ അജിത് കുമാർ ചർച്ച ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതാണല്ലോ ഇപ്പോൾ ഒരു വാദം പുറത്തു പറയുന്നത്. മുഖ്യമന്ത്രി ഇതുവരെ വാദിറന്നിട്ടില്ല. വാദത്തിന് സമ്മതിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട വാദത്തിന് കേട്ടോ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല അജിത് കുമാർ പോയതെന്ന് വാദത്തിന് സമ്മതിക്കാം. പക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ. തന്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥൻ RSSന്റെ ജനറൽ സെക്രട്ടറി, അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പുനർചിന്ത വേണം, ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നുള്ള ഒന്ന് കൊടുക്കാൻ പാടില്ല, അതിന് പുനർവിചാരം വേണം എന്ന് പറഞ്ഞ RSS നേതാവാണ് ഈ ഹൊസബലെ. അയാളെ തന്റെ കീഴിലൊരു ഉദ്യോഗസ്ഥൻ കണ്ടു എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ. മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടതെങ്കിൽ അന്ന് തന്നെ അറിഞ്ഞല്ലോ.
ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തല്ലോ. എന്നിട്ടൊരു വിശദീകരണം ചോദിച്ചോ? ഒരു നടപടിയെടുത്തോ? നടപടിയെടുക്കണ്ടേ? മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ പോയി ഈ ഒസബലെ കണ്ടത്. സ്വകാര്യ സന്ദർശനത്തിന് അല്ലെങ്കിൽ അതിർത്തി തർക്കം പരിഹരിക്കാൻ, തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ, അത് പരിഹരിക്കാനാണ് പോയതെങ്കിൽ എന്തിനാണ് പോയത് എന്നുള്ളൊരു വിശദീകരണം ഈ മുഖ്യമന്ത്രി ചോദിച്ചോ? ഞാൻ വാദത്തിലാണ് പറഞ്ഞത്. വാദത്തിന് സമ്മതിച്ച മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ, അല്ലേ? അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിലധികമായല്ലോ. അപ്പോഴും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ്. ഇടോ, തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? അപ്പൊ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുകയാണ്. അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലല്ല, ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ലേ, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ്, CPM ഗോവിന്ദന് വേണ്ടിയിട്ടാണ് കണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ CPM അല്ലല്ലോ പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഗോവിന്ദനൊക്കെ എന്ത് കാര്യം? വല്ല കാര്യമുണ്ടോ അവിടെ? ഒരു കാര്യമില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഈ RSS നേതാക്കൾ ഹോട്ടലുകളിൽ താമസിക്കാറില്ല എന്നാണ് അല്പസമയം മുമ്പും മാധ്യമങ്ങളോട് കെ സുരേന്ദ്രൻ പറയുന്നത്. ഇതിപ്പോ കണ്ടെന്ന് എല്ലാവരും സ്ഥിരീകരിച്ചല്ലോ. ADGP വരെ സ്ഥിരീകരിച്ചല്ലോ. ഈ വിഷയം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിക്കില്ലാത്ത ആത്മാർത്ഥതയോടുകൂടി സുരേന്ദ്രൻ വന്ന് പറഞ്ഞതിന് ഓന്റെ കള്ളപ്പണ കേസ്, കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്തതിന്റെ നന്ദി പറയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് സുരേന്ദ്രൻ സംസാരിക്കുന്നത്. കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്തല്ലോ. ഫോൺ എങ്ങോട്ടാ വിളിച്ചത്? കുഴൽപ്പണത്തിൽ പിടിച്ച ആളല്ലേ ഫോൺ എങ്ങോട്ടാ വിളിച്ചത്? ആരുടെ അടുത്തേക്ക് വിളിച്ചത്? ആരുടെ നമ്പറിലേക്ക് വിളിച്ചത്? എന്നിട്ട് അയാളെ പ്രതിയാക്കാതെ രക്ഷപ്പെടുത്തി കൊടുത്തതിന്റെ നന്ദി പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയും അത് നിങ്ങൾ അന്വേഷിച്ചോ. ഒരു പോലീസിനെ നിയന്ത്രിക്കുക. ഇപ്പൊ ഭരണത്തിന്റെ നിയന്ത്രണവും കൂടി അവരുടെ കയ്യിലേക്കായി. പോലീസിനെ മാത്രമല്ല, ഭരണത്തെ കൂടി നിയന്ത്രിക്കുന്ന ഒരു ഉപജാപക സംഘമായി അവർ. ഭരണത്തെ കൂടി ആ ഉപജാപക സംഘത്തിന് പുള്ളി വിട്ടുകൊടുത്തിരിക്കുകയാണല്ല. കഴിഞ്ഞ ഭരണത്തില് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ആയിരുന്നു. അമിതാധികാരങ്ങളുള്ള ഒരാൾ, എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. അവസാനം അയാൾ ജയിലിൽ പോയല്ലേ അയാൾ അവസാനം ശരിക്കും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ജയിലിൽ പോയത് മുഖ്യമന്ത്രി, സീനിയർ IAS ഉദ്യോഗസ്ഥർ. ഇവർക്കെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണം, സ്വർണം പൊട്ടിക്കൽ ആരോപണം, സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകം നടത്തിയെന്നുള്ള ആരോപണമൊക്കെ. എന്തൊരു ആരോപണം! ഈ ഡീൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ തൃശ്ശൂര്, അത് യഥാർത്ഥത്തിൽ UDF ആയിട്ടാണ് ഡീൽ ഉണ്ടാക്കിയെന്നാണ് അൻവർ ചൂണ്ടിക്കാണിച്ചത്. അത് ഇലക്ഷൻ റിസൾട്ടും അത് പ്രതിഫലിക്കുന്നു. UDFന്റെ വോട്ട് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അത് അതിൽ പ്രതിഫലിക്കുന്നു. അതല്ലല്ലോ, UDFന്റെ വോട്ട് കുറെ വോട്ട്, ഞാനത് അസംബ്ലിയിൽ പറയല്ലോ, UDFന്റെ കുറെ വോട്ട് LDFനാണ് പോയത്. കുറെ ന്യൂനപക്ഷ വോട്ടുകൾ LDFനാണ് വിജയസാധ്യത എന്ന് കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ LDFന് പോയി. അതിന്റെ ഗുണം സുനിൽകുമാറിന് കിട്ടാതെ പോയത്. ശരിക്കും സുനിൽകുമാർ ജയിച്ചു പോകൊണ്ടാണ് അതിൻ്റെ അകത്ത് കിട്ടാതെ പോയത്. CPMന്റെ വോട്ട് ഒഴുക്കായിരുന്നു BJPയിലേക്ക് ധാരണ പ്രകാരം. മാത്രമല്ല, വലിയൊരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി അവിടെ. അതിന്റെ ഗുണഭോക്താവ് BJPയാണ്. അത് തന്നെയാണ് VS സുനിൽകുമാർ പറഞ്ഞത്. പൂരം കലക്കിയതിന്റെ ഇരയാണ് താനെന്ന് VS സുനിൽകുമാറിന്റെ മറുപടിയാണ്, പൊളിറ്റിക്കലായിട്ടുള്ള റിപ്ലൈ. പൂരം കലക്കിയതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ കാര്യം കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ, ഇതൊക്കെ പറയണ ആരാണൊക്കെ. അല്ല, അതൊക്കെ വന്നോളൂ, നിങ്ങൾ തന്നെ അന്വേഷിച്ചോ ആരാണ്. എനിക്ക് മനസ്സിലായില്ല. അത് കൃത്യമല്ല. ഞങ്ങളെന്ന് ആക്ഷേപം ഉന്നയിച്ചല്ല, പേര് പറഞ്ഞില്ല. പോലീസിന്റെ സഹായത്തോടു കൂടിയാണ്, കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അന്ന് അവർ രക്ഷപ്പെട്ടത്. അന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കോവിഡ് കാലത്ത്. അവർ അരൂരിലൊരു സ്ഥലത്ത് പോയല്ലോ. വരുന്ന വഴിക്ക് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനായ ഒരാളെ സ്ഥലത്തല്ലേ, ഒരാളെ അല്ലേ അരൂര് താമസ സൗകര്യം ഒരുക്കിയത്. അതൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞാണ്. അരൂര് താമസ സൗകര്യം ഒരുക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത്. അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന ആള്, മുഖ്യമന്ത്രി എന്ന് ടിഷ്യൂ പേപ്പറിൽ എടുത്തു കൊടുത്താൽ അതിൻ്റെ അകത്ത് ഒപ്പിട്ട് തരുമെന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ ആള് അല്ലേ ജയിലിൽ പോയില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ പോയല്ലോ.
എന്നിട്ടും പഠിക്കാതെ വീണ്ടും ആ ഓഫീസിലെ അമിതാധികാര ശക്തികൾ പ്രവർത്തിക്കുകയാണ്. IG ലക്ഷ്മണ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എന്താ പറഞ്ഞിരുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ അതീത ശക്തികൾ പ്രവർത്തിക്കുകയാണ് എന്നാണ് കൊടുത്തത്. ഒരു IG അഫിഡവിറ്റ് കൊടുത്താണ് ഹൈക്കോടതിയിൽ, ഇല്ലേ? പിന്നെ പേടിപ്പിച്ചപ്പോൾ അയാൾ പിന്മാറി. പക്ഷെ കൊടുത്ത അഫിഡവിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, മാധ്യമപ്രവർത്തകരിൽ ഇല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അമിതാധികാര ശക്തികൾ ഭരണഘടന അതീതമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു IG അഫിഡവിറ്റ് കൊടുത്താ ഇത് എന്താ നടക്കണത്?